ഗായ്സ് അപ്പോൾ നമ്മൾ സത്യമംഗലം കയറാൻ വേണ്ടിയിട്ട് ഇന്നലെ രാത്രി വന്നിട്ട് ഏകദേശം ഒരു 10 കിലോമീറ്റർ ബാക്കിൽ കിടന്നതാണ് കേട്ടോ. അപ്പോൾ രാവിലെ കാർഡ് ഓപ്പൺ ആകുമ്പോൾ നമുക്ക് കയറുന്നുണ്ട്. ആദ്യം RTO ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റിൽ 50 രൂപ കൊടുത്തു കേട്ടോ എൻട്രി ഫീ ആയിട്ട്. ഇനിയിപ്പോൾ കാർഡ് എൻട്രി ആയിട്ട് 50 കൊടുക്കണം. അടുത്തൊക്കെ എത്തിയിട്ടില്ല, ഏകദേശം എത്തിക്കൊണ്ടുണ്ട് ഗൈസ്. പ്രതിവട്ടനാണ് ഡ്രൈവർ. ഫുള്ള് വണ്ടി റോങ്ങെല്ലാം കയറിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ഈ വണ്ടി തന്നെയല്ല മുമ്പിൽ ഇടക്ക് കയറി ഈ വണ്ടി, ഈ 2 വണ്ടി ഇടയിൽ കയറിയ വണ്ടിയാണ് കേട്ടോ. ഇത് കേരള വണ്ടി ഏത്? ഇതാ കുറേ വണ്ടി റോങ്ങിലോട് പോകുന്നുണ്ട് കേട്ടോ. കാറെല്ലാം അല്ല കാർഡ് എൻട്രി ഉണ്ട്. ആ കാർഡ് എൻട്രി ഉണ്ട്. ഇപ്പൊ വായിക്കൊണ്ട് അടിച്ചുണ്ട്. കാറിന് തട്ടട്ടിയല്ലേ? ഡോക്ടറെ കാറും അല്ല. അടുത്തൊക്കെ എത്തുമ്പോൾ കുറേ കടകളുണ്ട്. ഇപ്പോൾ ഒരു 6:30 മണി 7 മണിയാകുമ്പോൾ സജീവമാവും കേട്ടോ. കോയമ്പത്തൂർ സത്യമംഗലം ഇവിടെയാണ് കേട്ടോ എൻട്രൻസ് കാർഡ് എൻട്രൻസ്. ഇവിടെയാണ് കേട്ടോ കാർഡിൻ്റെ എൻട്രൻസ്. 50 രൂപ 50 രൂപ. ഇവിടെ വന്നിട്ട് ഇത് ബ്ലോക്ക് ചെയ്യുന്ന സ്ഥലം. ഇവിടെ ആളുണ്ട് 20 രൂപ 20 രൂപ പത്തെല്ലാം കൊടുക്കുന്നുണ്ട്. ഇവർക്ക് എല്ലാവർക്കും പൈസ ഉണ്ട് കേട്ടോ. കർണാടക സ്റ്റേറ്റ് പോലീസ്. അതെ, നല്ല കോടമഞ്ഞുണ്ടല്ലോ ചെറുക്കനെ. നല്ല കോടമഞ്ഞുണ്ട് കേട്ടാ. അങ്ങനെ ഇങ്ങോട്ട് വണ്ടി വരാൻ തുടങ്ങിയതിൻ്റെ ഇതാണ് ഇത് കാണിക്കണോ. അങ്ങനെ ഇങ്ങോട്ട് വണ്ടി വരാൻ തുടങ്ങിയത്. ടോട്ടൽ എത്ര കിലോമീറ്റർ അപ്പം? എവർഗ്രീൻ റിസോർട്ട്. TN40 കൊല്ലങ്കൽ 78 എന്ത് സത്യമംഗലം 32 കിലോമീറ്റർ. 1 hour വേണം സത്യമംഗലത്താൻ. ലോഡാണ് കേട്ടോ നമ്മുടെ മുമ്പിൽ പോകുന്നത്. നല്ല നീളത്തിന് ഡോർ ഓപ്പൺ ആക്കി വെച്ചിട്ട് പ്രത്യേകം ബോഡി ആക്കിയിട്ടില്ലാണ് കേട്ടോ. വേലി പോലെ നല്ല ഹൈറ്റിലുണ്ട്. കയറിയിട്ട് തമിഴ്നാട്ടിലേക്ക് പോകുന്നതാണ് കർണാടകത്തിൽ നിന്ന്. അടിപൊളി വൈബാണ് കേട്ടോ കാട് മൊത്തം. ഇന്നലെ ഇവിടെ ആന നല്ല കളി കളിച്ചിട്ടുണ്ട് കേട്ടോ. പറിച്ച് ചാടിയിട്ടുണ്ട്. ഇത് എവിടുന്നോ കൊണ്ടുവന്നു. ഇതാ ആന തന്നെ ഇന്നലെ രാത്രി തന്നെ പ്രതി കേട്ടത്. നമ്മൾ ചുരം ഇറങ്ങാൻ വേണ്ടിട്ട് തുടങ്ങാൻ പോവുകയാണ് കേട്ടോ. സത്യമംഗലം ഇറങ്ങാൻ വേണ്ടിട്ട് പോകുകയാണ് ഗായ്സ്. സത്യമംഗലം ടൈഗർ റിസർവ്. ഇതാണ് നമ്മൾ ചുരം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഡൗൺ ആക്കിക്കോ. സ്വിച്ച് അല്ല കേട്ടോ, എഞ്ചിൻ ബ്രേക്ക് അല്ല കേട്ടോ. സെക്കൻഡിലിട്ടാൽ ചവിട്ടേണ്ടി വരും. അയ്യോ അടിപൊളി കേട്ടോ. ഇത് നോക്ക്, ആലിന്റെ പാലോ. കാണുന്നവരല്ല ഒരു ചേട്ടൊന്നും
യോ എന്ത് വൈബ് മോനെ, ഞാൻ ഇതുവരെ ഇവിടെ ഇരുന്നിട്ടാ വാങ്ങണത്. ഇതെന്താ ഇത്, എന്ത് കുഴിയത്? അത് KSRTC അല്ലേ, കർണാടക KSRTC അല്ലേ? വണ്ടി നിർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ, വേറെ വണ്ടി കയറി പോകാൻ വേണ്ടി. ചെറിയൊരു വളവാണ്. KA40. പോക്കില്ല. നല്ല വെള്ളച്ചാട്ടമാണ് കേട്ടാ, മഴക്കാലത്ത് ഒരു അടിപൊളിയാണ്. വരും പഴയ TN അങ്ങനെ അതിരാവിലെ 27ാമത്തെ ബെൻഡ് ഞങ്ങൾ വളയുന്നുണ്ട് കേട്ടോ. കേട്ടാ ഒരു മിനിറ്റ്, നിങ്ങൾ ഫുൾ ഡ്രോങ്ങിലെ 26ാമത്തെ ബെൻഡ് വളയാൻ വേണ്ടി വന്നിട്ടുണ്ട് ഗൈസ്. കാരണം അങ്ങ് അവൻ വരുന്ന നമുക്ക് വരാൻ പാടില്ല സത്യം പറഞ്ഞാൽ. വേറെ വണ്ടി വരുമ്പോ ലോണൊന്നും അടിക്കണ്ട. എന്തിന് തിരിച്ചോ ഇവിടെ തന്നെ കട്ടാക്കും ഫുള്ള്. ഇങ്ങനെ കയറണം. ഇതാ നോക്കറോ, അതിൽ മഴക്കാലത്ത് നല്ല വെള്ളച്ചാട്ടമായിരിക്കും അല്ലേ? സത്യമംഗലം കാടുകളിൽ വീരപ്പന്റെ വാങ്ങുന്നവരല്ലേ? അനൂപ് എന്ന് ടൂറിസ്റ്റ് ബസ്സിന്റെ പേര് നോക്ക്. വണ്ടി ഇഷ്ടം പോലെ ഉണ്ട് വണ്ടി. ഗായ്സ് തക്കാളി വണ്ടി മറിഞ്ഞു ഗായ്സ്. വേണം തക്കാളി. നമ്മൾ സത്യമംഗലം ചുരം ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. ഈ 27 ഹെയർ പിൻ നമ്മൾ കംപ്ലീറ്റ് ആക്കി താഴെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെല്ലാം പാസ്സാക്കിയിട്ട് വന്ന പിന്നെ ചകിരി വണ്ടിയാണ് കേട്ടോ. നാഷണൽ ജിയോഗ്രാഫിയിലെല്ലാം കാണുന്ന പ്ലേസ് പോലെയാണ്. അതുപോലെ ഉണ്ടല്ലേ അനിയന്റെ കുഞ്ഞാ. നിങ്ങളെ വേണ്ടാന്ന്. ഈ കാട്ടിലൂടെ സഞ്ചരിക്കുന്ന നിങ്ങൾ എന്തിനാ വീരപ്പന്റെ കൂട്ടാളീനെ? വീരപ്പന്റെ കൂട്ടാളീനൊന്നും അനിയന്റെ കുഞ്ഞിക്ക് വേണ്ട. ഫൈനലി നമ്മൾ പുറത്തിറങ്ങാൻ പോകുന്നുണ്ട് കേട്ടോ. ടൈഗർ റിസർവ് ഏത് അല്ലപ്പം ഫൈനലി ബണ്ണാരി എൻട്രൻസ് കഴിയുന്നുണ്ട് കേട്ടോ. ഇവിടെയാണ് രാത്രിക്ക് ബ്ലോക്ക് ആക്കുന്നത് ഗായ്സ്. അപ്പോൾ നമ്മൾ എടുത്ത RTO ചെക്ക് പോസ്റ്റിൽ സ്ലിപ്പെല്ലാം കൊടുത്തിട്ടാ, വേവറേജ് സ്ലിപ്പെല്ലാം കൊടുത്ത്. നമ്മുടെ ചങ്ങായിയുടെ വണ്ടിയാണ്, അവനെ അകത്തുണ്ട്, അതിൻ്റെ അകത്തുണ്ട് കേട്ടോ.
വെക്കണ്ട വെക്കണ്ട അപ്പോൾ പോന്നോ? കുറച്ച് അപ്പുറം പോയി വെക്കാം. ഇതാണ് കേട്ടോ ബണ്ണാരി ടൗൺ. ഒരു അമ്പലമുണ്ട്, വലിയ അമ്പലമാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ചാവടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചാവടി ഇനി കഞ്ചിക്കോടൊക്കെ ഏകദേശം 25-26 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി. അപ്പോൾ നമ്മൾ വേലന്താവളം വഴിയാണ് കേട്ടോ പോകുന്നത്. വേലന്താവളം വഴിയാണ് കേട്ടോ പോകുന്നത്. പോകാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ കഞ്ചിക്കോട് കിങ് ഫ്രയിലാണ് ഇറക്കാനുള്ളത്. ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് നമ്മുടെ കരിയിലോട് ഇറക്കാനുള്ളത്. അപ്പോൾ ഇതിലൂടെ പോവുകയാണെങ്കിൽ വേറെ ബ്ലോക്കിലൊന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇതിലോട് പോകുന്നത്. പിന്നെ അപ്പുറത്തൊരു ടോളും ഒഴിവായി കിട്ടും, അതുകൊണ്ടാണ് കേട്ടോ ഇതിലോട് പോകുന്നത്. ഇഷ്ടിക കമ്പനി, സിമെൻറ്റ് കട്ട കമ്പനി ഉണ്ട് കേട്ടോ. ഇത് എന്ത് പ്രതി കേട്ടോ, തെങ്ങ് കൃഷിയോ നോക്ക്, എത്രയോ ദൂരം തെങ്ങ്. തുമ്പുടും കേരള തമിഴ്നാട് അതിർത്തി. അപ്പോൾ ഫൈനലി 1.5 കിലോമീറ്ററും കൂടി മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ അൺലോഡിങ് ചെയ്യേണ്ട സ്ഥലത്തേക്ക്. ഇലക്ട്രിസിറ്റി ബോർഡ്, കാരണം ഇത് മൊത്തം ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് ഗൈസ്. അതന്നെ ആയിരിക്കാം. അപ്പോൾ നമ്മൾ ഫൈനലി കമ്പനിയുടെ മുമ്പിലെത്താനായിട്ടുണ്ട് കേട്ടോ. ഇതിലേതോ ആണ് ഗൈസ് കമ്പനി. 6,80,000 89,000 59,000 എത്ര? 6,58,900. ഫൈനലി റീച്ച്ഡ് ഇൻഡിക്കാർ ആക്ടിവേറ്റഡ് കാർബൺ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇതാണ് കേട്ടോ നമ്മുടെ കമ്പനി. ചെറുതായിട്ടൊന്ന് മാറിപ്പോയി ഗൈസ്. നമുക്ക് അപ്പുറത്തെ ഇതിലത്തേക്കാണ് കേട്ടോ പോകേണ്ടത്, അപ്പുറത്തെ സൈഡിലേക്കാണ് പോകേണ്ടത്. ഇതിൻ്റെ ഫ്രണ്ട് ഓഫീസാണ്, ബാക്കിലേക്കാണ് കേട്ടോ പോകേണ്ടത്. അപ്പോൾ നേരെ വണ്ടി തിരിക്കുന്നുണ്ട്. പ്രതിവട്ടണത് അങ്ങനെ ബാക്ക് സൈഡ് പറഞ്ഞു തരാം. ഇതാണ് ഗൈസ് നമ്മുടെ മെയിൻ എൻട്രൻസ്. ഇവിടെ ഇപ്പോൾ അയാൾ വരാമെന്ന് പറഞ്ഞതാണ്, ഇതുവരെക്കും കാണുന്നില്ല. ഒരാൾ പോയി കാവലിരുന്നിട്ടുണ്ട് കേട്ടോ ഗേറ്റ് തുറക്കാൻ വേണ്ടിയിട്ട്. ബില്ലൊക്കെ കയ്യിൽ പിടിച്ചിട്ട് കുറച്ച് തുറന്നു വെച്ചിട്ടുണ്ട് പ്രതിവട്ടൻ. പ്രതിവട്ടാ ഇത് വേറെ ഏതോ കമ്പനിയാണ് കേട്ടോ. ഇത് വർക്കേഴ്സിൻ്റെ റൂമും. നല്ല കാറ്റുണ്ട് കൈസ് ഇവിടെ. നമ്മൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. ഒരു മരം ഫുള്ളായിട്ട് മതിലിന് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പേര് മൊത്തമല്ല മതിലിനാണ്. കമ്പനീൻ്റെ അടുത്ത് വണ്ടി തൂക്കാൻ വേണ്ടി കയറ്റിയിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ അടുത്താണ് ബേവറേജിൻ്റെ ഇതാണ് കേട്ടോ നമ്മുടെ ലോഡിങ് ഇറക്കുന്ന സ്ഥലം. ഇവിടെ വീഡിയോ എടുക്കാൻ അലൗഡ് ആണോ അല്ലയോ എന്ന് അറിയത്തില്ല ഗൈസ്. പറ്റുവാണെങ്കിൽ എടുക്കാം ഗൈസ്. നമ്മുടെ വണ്ടി ടാർപ്പയെല്ലാം അയച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറേ മെഷീനറീസ് വർക്കാവുന്നുണ്ട് ഗൈസ്. ഇതിൻ്റെ ബാക്കിലൊക്കെയാണ്, ഇതിൻ്റെ ഗ്യാപ്പിലൊക്കെയാണ് കേട്ടോ നമ്മുടെ ലോഡ് ഇറക്കാനുള്ളത്. എന്തൊക്കെയോ മെഷീനറീസ് ഉണ്ട് ഗൈസ്. ഇവിടെ നിൽക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ കഴിയാത്ത കാറ്റാണ് കേട്ടോ ഉള്ളത്. ഇൻകാർട്ട് നമ്മൾ കയറിലും ചുറ്റി വെച്ചിട്ടുണ്ട്. അതിന് പ്ലാസ്റ്റിക് മടക്കുന്നുണ്ട്. ഇതാണ് ഇവിടുന്നുള്ള കമ്പനിൻ്റെ അകംവശം. നമുക്കിത് കാണിച്ച് ഫുൾ ടൈം കാണിച്ചു തരാൻ കഴിയുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ. വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഗൈസ്. എന്തൊക്കെയോ സംഭവമാണ്, ഒരു സംഭവമാണിത്. വലിയേട്ടൻ താഴെലോടി വട്ടം കറങ്ങുന്നുണ്ട്. ഇവിടുന്നാണ് കേട്ടോ മൊത്തം
മൊത്തം ചാർക്കോൾ മിഷൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്കാണ് പണിക്കാർ ഇട്ട് കൊടുക്കുന്നത്. എത്ര എളുപ്പത്തിൽ നോക്കി 2 ഹുക്കോട് അവർ പണിയെടുക്കുന്നത്. കുറേ മെഷീനറീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്നത്തെ ടിപ്പ് ടൂർ ടു കഞ്ചിക്കോട് ലോഡെല്ലാം കഴിഞ്ഞ് നമ്മൾ വണ്ടി സൈഡാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലോഡിൻ്റെ വിശേഷങ്ങൾക്ക് ഇത്രയും മാത്രമേ ഉള്ളൂ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. എല്ലാവർക്കും ശുഭദിനം.